വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും അടക്കം വിവിധ പകർച്ചപ്പനികൾ വ്യാപകമായി. ചക്കുവരയ്ക്കൽ, അഞ്ചാനംകുഴി, കടുവാപ്പാറ, കോക്കാട് നോർത്ത് എന്നിവിടങ്ങളിലാണ് പകർച്ചപ്പനി രൂക്ഷമായത്. ഈ പ്രദേശങ്ങളിലെ നിരവധി പേർ പുനലൂർ താലൂക്ക് ആശുപത്രി, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ്. 4 കോളനികളിലായി കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ടാപ്പിംഗ് തൊഴിലാളികളും അടങ്ങുന്ന ഗ്രാമപ്രദേശമാണ് അഞ്ചാനംകുഴി. ഈ പ്രദേശത്തുള്ള ഏറെ പേരും രോഗബാധിതരായി കിടപ്പിലാണ്. കാലവർഷാരംഭത്തിൽ തന്നെ പനിബാധിതരുടെ എണ്ണം പഞ്ചായത്തിൽ വ്യാപകമായത് ജനങ്ങളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തുനിന്നും പ്രദേശങ്ങളിലെ ആരോഗ്യ ശുചീകരണ പ്രവർത്തനങ്ങളിലോ ബോധവൽക്കരണ കാര്യങ്ങളിലോ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നൊരു പോരായ്മയാണ് പ്രധാന കാരണം. മഴക്കാല ജന്യരോഗങ്ങൾ വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുൻകാലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും അംഗനവാടി പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അതിന്റെ മുൻകരുതൽ എന്ന തരത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും ശുചീകരണ പ്രവർത്തനങ്ങളും ഏർപ്പെടാറുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്ത വെട്ടിക്കവല പഞ്ചായത്തിൽ പോലും കിഴക്കൻ മേഖലയിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്നു. ചക്കുവരയ്ക്കൽ, കോക്കാട് പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി ബാധിച്ച രോഗികളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇവിടെ പ്രദേശത്ത് ബംഗാളിൽ നിന്നും മറ്റും വന്ന മറ്റ് സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് മലേറിയ അടക്കമുള്ള നമ്മുടെ നാട്ടിൽ നിന്നും വിട്ടുപോയ മലേറിയ അടക്കമുള്ള രോഗങ്ങൾ വീണ്ടും വരുന്ന ഒരു വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ആരോഗ്യമേലുണ്ടായിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്തുകൾ രോഗപ്രതിരോധ നടപടികളും കൊതുക് നശീകരണവും അടിയന്തരമായി നടത്തണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. എന്റെ തന്നെ 1-2 സുഹൃത്തുക്കൾക്ക് ഡെങ്കിപ്പനി ഒന്നായിട്ട് അറിയാൻ കഴിഞ്ഞു. അവരെല്ലാം സ്വകാര്യ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തെ കിംസ്, ഗോകുലം പോലെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടിയിരിക്കുകയാണ്. അവിടുത്തെ തുക എന്ന് പറയുന്നത്, അവിടുത്തെ ചികിത്സാ ചെലവ് സാധാരണക്കാരന് താങ്ങാനൊക്കാത്ത ഒരു രീതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്, പഞ്ചായത്തും ശക്തമായിട്ട് ഇടപെട്ട് ഈ പ്രദേശത്ത് ഈ രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നുകൾ എല്ലാ വീട്ടിലും എത്തിക്കുവാൻ, അത് കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള സന്നദ്ധ സംഘടനകളെ കൊണ്ടോ ഒക്കെ നടത്തിച്ച് കാര്യക്ഷമമായിട്ട് നടത്തിക്കാൻ പഞ്ചായത്ത് അധികൃതരും തയ്യാറാണ്. തലച്ചിറയിലെ ഗവൺമെന്റ് ഹെൽത്ത് ഡിസ്പെൻസറിയും കോക്കാട്ട് സ്ഥിതി ചെയ്യുന്ന നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ ഹോമിയോ ഡിസ്പെൻസറിയുമാണ് തലച്ചിറ, ചക്കുവരയ്ക്കൽ, കോക്കാട്, കടുവാപ്പാറ എന്നീ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രധാന ആശ്രയം. ദിനംപ്രതി ഇവിടെ രോഗികളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ഹോമിയോ മരുന്നുകളുണ്ടെന്നും എന്നാൽ ജനങ്ങൾ ഇതേക്കുറിച്ച് ബോധവാന്മാരല്ലെന്നും ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ആശാ മുരളി പറയുന്നു. ഇപ്പം മഴക്കാല രോഗങ്ങളൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഡെങ്കിപ്പനി, പിന്നെ അല്ലാതെ വൈറൽ ഫീവർ, അങ്ങനെ പല അസുഖങ്ങളും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം പ്രതിരോധ മരുന്നുകൾ ഹോമിയോപ്പതിയിലാണ് ഫലപ്രദമായിട്ടുള്ളത്. ഹോമിയോയിൽ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളുണ്ടെന്നുള്ള കാര്യം അധികം ആൾക്കാർക്കും അറിയത്തില്ല. അവർ വിചാരിക്കുന്ന ഹോമിയോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്കുള്ള ചികിത്സയാണ്, ചെറിയ കുട്ടികൾക്ക് വന്ന് മരുന്ന് വാങ്ങിക്കാം, അങ്ങനെയുള്ളത് മാത്രമേ ആൾക്കാർ ധരിച്ചിട്ടുള്ളൂ. വളരെ വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും അറിവില്ല. അപ്പോൾ അതിൽ ഈ കൊല്ലം ജില്ലയിലും മറ്റ് ജില്ലകളിലും എല്ലാം റീച്ച് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റാപ്പിഡ് എപ്പിഡമിക് കൺട്രോൾ ആക്ഷൻ സെൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ റീച്ച് നമ്മുടെ സാധാരണ ഹോമിയോപ്പതിയുടെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിസ്പെൻസറികളിൽ നിന്നുമുള്ള 2 രോഗികളെ വീതം സെലക്ട് ചെയ്ത് നമ്മൾ അതാത് ജില്ലാ മെഡിക്കൽ ഓഫീസുകളിൽ കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് അവർ ഈ മരുന്നുകളെല്ലാം വെച്ചിട്ട് ഏതാണോ നമുക്ക് പ്രതിരോധ മരുന്നായിട്ട് വരുന്നത് അത് കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു പ്രതിരോധ മരുന്ന് ഡിസ്പെൻസറി വഴി വിതരണം ചെയ്യുക, പിന്നെ ക്യാമ്പുകൾ നടത്തുക, ഇതൊക്കെയാണ് നമ്മുടെ ഈ റീച്ചിൻ്റെ പ്രധാന ആക്ടിവിറ്റീസ്. അപ്പോൾ അതനുസരിച്ച് ഈ വർഷം അത് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ DMO മീറ്റിങ്ങിൽ നമുക്ക് ആ മരുന്ന് കൊടുക്കാനുള്ള തീരുമാനമായി. അപ്പോൾ അതനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം 10-ാം തീയതി മുതൽ, അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ഈ വെട്ടിക്കവല പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് ക്യാമ്പ് നടത്താനുള്ള തീരുമാനമായി. ഏകദേശം ഒരു 10 ക്യാമ്പോളം നടത്തണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതനുസരിച്ച് ഈ ആശാപ്രവർത്തകർ വഴിയും മറ്റുള്ളവർ വഴിയും പല രോഗികളെയും വീടുകളിൽ അറിയിച്ച് പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോധവത്കരണ ക്യാമ്പുകളും ക്ലാസുകളും സംഘടിപ്പിക്കുമെന്നും വീടുകൾ തോറും കയറി ജലജന്യ രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുമെന്നും വെട്ടിക്കവല പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D. സജയകുമാർ പറഞ്ഞു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 2012-13 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് തലച്ചിറ PHC MOയുടെ നേതൃത്വത്തിൽ ഇതിന് പ്രതിരോധ പ്രവർത്തന നടപടികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ലഘുലേഖകളും നോട്ടീസുകളും ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പടർന്നുകൊണ്ടിരിക്കുന്ന പനി നമ്മുടെ പഞ്ചായത്തിൽ കടന്നു വരാതിരിക്കുവാൻ വേണ്ടി പ്രതിരോധ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ കുടുംബശ്രീ, പിന്നെ സന്നദ്ധ സംഘടനകൾ ഇവയുടെയൊക്കെ സംയുക്തമായ കൂട്ടായ്മയിൽ
അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോധവൽക്കരണ ക്യാമ്പുകളും ഭവനങ്ങൾ സന്ദർശിക്കുകയും ആ ഭവനങ്ങൾ ചെന്നിട്ട് ഈ പറയുന്ന മഴക്കാല ജന്യരോഗങ്ങൾ എങ്ങനെ അകറ്റാം എന്നുള്ളതിനെ കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.